نؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما ونضع الموازين القسط ليوم القيامة فلا تظلم نفس شيئا وإن كان مثقال حبة من خردل أتينا بها وكفى بنا حاسبين. പ്രിയമുള്ള വിശ്വാസിനികളെ, ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകളും നിർദ്ദേശങ്ങളും കഴിവിന്റെ പരമാവധി സൂക്ഷിച്ചും പാലിച്ചും തഖ്വയോടുകൂടി ജീവിക്കണമെന്ന് അതിന്റെ പ്രാധാന്യത്തോടും ഗൗരവത്തോടും കൂടിയവരെ ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെട്ട രൂപത്തിൽ ജീവിക്കുവാനും അള്ളാഹുവിന്റെ തൃപ്തി കരസ്ഥമാക്കിയ ലോകത്തോട് വിട പറയുവാനും അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധ ഖുർആനിലെ 21-ാം അധ്യായം സൂറത്തുൽ അംബിയായിലെ 47-ാമത്തെ വചനമാണ് ആമുഖമായി ഞാൻ ഓതിക്കേൾപ്പിച്ചത്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നടത്തുന്ന ചില സംസാരങ്ങൾ, എല്ലാ സംസാരങ്ങൾക്കും ഒരു പ്രത്യേകമായ ദൈവികമായ സംസാരം എന്ന നിലയിലുള്ള സ്വാധീനങ്ങളുണ്ട്. ചില സംസാരങ്ങൾ നമുക്ക് കൂടുതൽ നന്മകൾ ചെയ്യാൻ, പുണ്യകരമായ കാര്യങ്ങൾ ചെയ്യാൻ പ്രചോദമാകുകയും അല്ലെങ്കിൽ നമുക്കൊരു പ്രോത്സാഹനം നൽകുകയും ജീവിതത്തിൽ വലിയ പ്രതീക്ഷയും നൽകുകയും ചെയ്യുന്ന ചില ഹൃദയസ്പർശിയായ ചില സംസാരങ്ങളുണ്ട്. ഞാൻ ആമുഖമായ ഓതി വെച്ച ആയത്ത് ആ രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തിയതാണ്. അല്ലാഹു പറയുന്നു, വനദഉൽ മവാസീനൽ ഖിസ്തി ലിയൗമിൽ ഖിയാമ, പരലോകത്ത് നാം നീതിയുടെ തുലാസുകൾ സ്ഥാപിക്കും. ഫലാ തുളമു നഫ്സുൻ ശൈഅ, ഒരു മനുഷ്യനോട് ഒരു നിലക്കുമുള്ള അനീതിയും ഞാൻ അന്ന് കാണിക്കുകയില്ല. വഇൻ കാന മിസ്കാല ഹബ്ബത്തി മിൻ ഖർദലിൻ, ഒരു കടുകുമണിയോളമുള്ള നന്മയാണ് നിങ്ങൾ ചെയ്തതെങ്കിലും അതൈനാ ബിഹ, നാം അത് പരലോകത്ത് കൊണ്ടുവരിക തന്നെ ചെയ്യും.
വകഫാ ബിനാ ഹാസിബീൻ, ആ കണക്ക് നോക്കാൻ നാം എത്രയോ മതിയായവരാണെന്നാണ്. അപ്പൊ നന്മ തിന്മകൾ തൂക്കി നോക്കുന്ന നേരിയുടെ തുലാസ് സ്ഥാപിക്കുമെന്നും, നിങ്ങൾ ചെയ്ത ഒരു കടുകുമാണ് അത് അത്രയല്ലേ ഉള്ളൂ എന്ന് വിചാരിച്ച് അത് തള്ളിക്കളയില്ല, അതും നാം നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവരും, ഹാജരാക്കും. മറ്റൊരായത്ത് സൂറത്തുൽ മുജാഹിദിലയിലാണ്. യൗമ യബഅസുഹുല്ലാഹു ജമീഅൻ, എല്ലാവരെയും പരലോകത്ത് നാം കൊണ്ടുവരും. ഫയുനബ്ബിഉഹും ബിമാ അമിലു, നിങ്ങൾ ചെയ്ത ഓരോ കാര്യങ്ങളെ നിങ്ങൾക്ക് നാം ഉണർത്തി ഓർമ്മിപ്പിച്ചു തരും. എല്ലാവരെയും അല്ലാഹു ഓർമ്മപ്പെടുത്തും, നന്മയാകട്ടെ തിന്മയാകട്ടെ. അല്ലാഹു ശേഷം അഹ്സാഹുല്ലാഹു വനസൂ, ഒരു പക്ഷെ നിങ്ങൾ അത് മറന്നു പോയിട്ടുണ്ടാകാം, അല്ലാഹ് അത് മറക്കാതെ കൃത്യമായി തിട്ടപ്പെടുത്തി നിങ്ങളെ ഓർമ്മിപ്പിക്കും. അല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഷഹീദ്, അല്ലാഹു എല്ലാ കാര്യത്തിലും സാക്ഷിയാണെന്നാണ്. അങ്ങനെ ചില ആളുകളുണ്ട്, നന്മയുടെ വിഷയത്തിൽ നന്മകൾ ചെയ്തിട്ട് മറന്നു പോവുക, അതൊരു വലിയ ഗുണമാണ് കേട്ടോ. ഏത് ചെയ്ത നന്മകൾ അല്ലെങ്കിൽ കൊടുത്ത നന്മകളൊക്കെയും അതിന് ഓർത്തിരുന്ന് സ്വയം ഇങ്ങനെ സന്തോഷിക്കുകയല്ല, അയാൾ മറന്നുപോയി. പക്ഷെ പരലോകത്ത് വരുമ്പോൾ അല്ലാഹു അയാളെ ഓർമ്മിപ്പിക്കും, അന്ന് നീ ചെയ്തതാണ്, അന്ന് നീ കൊടുത്തതാണെന്നാണ്. അപ്പൊ നമ്മൾ മറന്നാലും അല്ലാഹു കൃത്യമായി ഓർമ്മപ്പെടുത്തി കണക്കാക്കി നമ്മുടെ മുമ്പിൽ കൊണ്ടുവരുമെന്നാണ്. വസ്ബിർ ഇന്നല്ലാഹ ലാ യുദീഉ അജ്റൽ മുഹ്സിനീൻ, ജീവിതത്തിൽ അല്പസ്വല്പം ക്ഷമയോടും സഹനത്തോടും കൂടി ജീവിച്ചോ, നിങ്ങളുടെ ഒരു നന്മയും നാം പാഴാക്കി കളയുകയില്ല, അത് നിങ്ങൾക്ക് പരലോകത്ത് കിട്ടും. ഇന്നല്ലാഹ ലാ യദ്ലിമു മിസ്കാല ദർറത്തിൻ, നിങ്ങൾ ചെയ്യുന്ന ഒരു ചെറിയ നന്മയും അതിന്റെ പേരിൽ ഞാൻ നിങ്ങൾ അനീതി കാണിക്കുകയില്ല. ഇൻ തകു ഹസനത്തൻ യുളാഇഫുഹാ, നിങ്ങളൊരു നന്മയാണ് ചെയ്തതെങ്കിൽ നാം നിങ്ങൾക്ക് ഇരട്ടിയായിട്ട് പ്രതിഫലം നൽകും. വയുത്തി മില്ലദുഹു അജറൻ അലീമ, അതോടൊപ്പം വേറെയും പ്രതിഫലം നിങ്ങൾക്ക് നൽകുന്നതാണ്. അപ്പൊ നിങ്ങളൊരു നന്മ ചെയ്താൽ നാം നിങ്ങൾക്ക് കൂലി തരാൻ ഇരട്ടിയായിട്ട് തരും, നിങ്ങൾ അതുകൊണ്ട് നിരാശപ്പെടേണ്ടതില്ല എന്നാണ്. ഇന്നമാ യുവഫ്ഫസ് സാബിറൂന അജ്റഹും ബിഗൈരി ഹിസാബ്, ജീവിതത്തിൽ ക്ഷമയോടുകൂടി ജീവിക്കുന്നവരുടെ അവർക്കുള്ള പ്രതിഫലം നാം കണക്ക് അളന്നു നോക്കാതെ വാരിക്കോരി കൊടുക്കുക. എത്ര ചെയ്തു ആ കണക്ക് നോക്കിയിട്ടല്ല, ചെയ്തല്ലോ എങ്കിൽ കണക്ക് നോക്കാതെ തരുമെന്നാണ്. മൻജാബിൽ ഹസനത്തി ഫലഹു അശ്റു അംസാലിഹാ, ആരെങ്കിലും ഒരു വലിയ നന്മയായി പരലോകത്ത് വരുന്നതെങ്കിൽ പരലോകത്ത് വരുമ്പോൾ അവർക്ക് അത് 10 ഇരട്ടിയായിട്ട് വർദ്ധിച്ചതായി കാണാൻ സാധിക്കും. ഫമയഅമൽ മിസ്കാല ദർറത്തിൻ ഖൈറൻ യറാ, ഒരു നന്മ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പരലോകത്ത് നിങ്ങളുടെ റെക്കോർഡിൽ കാണുക തന്നെ ചെയ്യും, നിങ്ങൾ അതിന്റെ ഭയപ്പെടേണ്ടതില്ല. അവസാനിപ്പിക്കുന്നത് ഞാൻ ഒരു അടിമയോടും അണുഅളവ് അക്രമോ അനീതി പ്രവർത്തിക്കുകയില്ല എന്നാണ്. തിജാറത്തല്ലൻ തബൂർ, ഈ പറഞ്ഞതൊക്കെ നഷ്ടം വരാത്ത ലാഭം മാത്രമുള്ള കച്ചവടമാണ് കേട്ടോ എന്ന് ഖുർആൻ പറഞ്ഞു. നമുക്ക് ഈ ആയത്തുകളൊക്കെ നമുക്ക് വലിയ പ്രചോദനമാണ്, പ്രോത്സാഹനമാണ്. എന്തിനാണ്? കൂടുതൽ കൂടുതൽ നന്മകൾ ചെയ്യുവാനും ഒരു നന്മയും നിസ്സാരമായി കാണാതിരിക്കുവാനും. നമുക്ക് എന്തെല്ലാം പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഭൗതികമായ തടസ്സങ്ങളൊക്കെ ഉണ്ടായാലും ശരി, അവയോടൊന്നും നിസ്സാരമായി കാണാതെ ചെയ്യാനുള്ള ഒരു താല്പര്യം എങ്ങനെ വരുന്നതോ, അല്ലാഹുവിന്റെ സംസാരം കേൾക്കുമ്പോൾ ഏതൊരു വിശ്വാസിക്കും ചെയ്യാൻ തോന്നുമെന്നാണ്. നമുക്ക് തോന്നുന്നില്ല ഇതൊക്കെ പറയുമ്പോൾ? പരലോകത്ത് ഇരട്ടിയായിട്ട് നിങ്ങൾ കാണാം. ഇവിടെ 10 കൊടുത്താൽ അവിടെ 20ഉം 200ഉമായിട്ട് കാണാം, ചിലത് 100 ഇരട്ടി കാണാം. അങ്ങനെ നിസ്സാരമായി കാണാതെ അമലുകൾ ചെയ്യുന്ന ആളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഏത് കാര്യം ചെയ്യുമ്പോൾ ഖുർആൻ വെച്ചൊരു നിബന്ധന എന്താണെന്നറിയോ? നിങ്ങൾക്ക് ആ അമല് ചെയ്യുക വഴി അള്ളാഹു നൽകിയിരിക്കുന്ന ചില പ്രതിഫലത്തിന്റെ ഓഫറുകളുണ്ട്, അത് പ്രതീക്ഷിച്ചുകൊണ്ട് നിങ്ങൾ ചെയ്യണം എന്നുള്ളതാണ്. ഒമൻ അറാദൽ ആഖിറത വസഅ ലഹാ സഅയഹാ വഹുവ മുഅ്മിൻ, നിങ്ങൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും ആ ചെയ്യുന്ന കാര്യത്തിന് കിട്ടുന്ന പ്രതിഫലത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് ചെയ്യണം. എങ്ങനെയാണ് കുറെ അമലുകൾ അങ്ങനെ ചെയ്തിട്ട് ചെയ്യലല്ല. ഓരോ അമലിനും ഓരോ പ്രത്യേകതമായ ശ്രേഷ്ഠതകളുണ്ട്, അതിന്റെ പ്രതിഫലത്തിന്റെ അളവുകളുണ്ട്.
ആ അളവുകളും ശ്രേഷ്ഠതകളും മനസ്സിലാക്കുമ്പോൾ അത് പ്രതീക്ഷിക്കുന്ന ഒരാളാണ് അതിന് അർഹതപ്പെടുന്നുള്ളതായി പറഞ്ഞതിനർത്ഥം. ചെയ്താൽ അയാൾക്ക് അതിന്റെ കൂലി കിട്ടും, അതൊന്നും നഷ്ടപ്പെടില്ല. പക്ഷെ ഇന്ന അമല് ഇന്നത് ചെയ്ത ഇന്ന പ്രതിഫലമുണ്ട് എന്ന് ഞാൻ ആ പ്രതിഫലം ആഗ്രഹിച്ച് ഞാൻ ചെയ്യുകയാണെങ്കിൽ എനിക്ക് ആ പ്രതിഫലം ഉറപ്പായും കിട്ടും. കാരണം ഒമൻ അറാദൽ ആഖിറത, ഞാൻ പരലോകമാണ് പ്രതീക്ഷിച്ചത്, ആ പ്രതിഫലമാണ് പ്രതീക്ഷിച്ചത്. വസഅലഹാ സഅയഹാ, അതിനു വേണ്ടിയുള്ള അധ്വാനം ഞാൻ നടത്തുകയും ചെയ്തു എന്നർത്ഥം. നോക്കൂ, നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ ചെയ്യുന്ന ചില അമലു സാലിഹാത്തുകൾ ഉണ്ടല്ലോ, നമ്മൾ അത് ജീവിതത്തിൽ നമ്മൾ ഓർമ്മ വെച്ച കാലം മുതൽക്ക് ജീവിതത്തിലെ ഒരു ഭാഗമായി കൊണ്ടു നടക്കുകയാണ്. അത് അങ്ങനെ തന്നെ തുടർന്നു കൊണ്ടേയിരിക്കണം. പക്ഷെ അവയുടെയൊക്കെ ശ്രേഷ്ഠതകളും പ്രതിഫലങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിട്ടുണ്ടോ? അറിയണ്ടേ? അങ്ങനെ അറിയുമ്പോൾ തന്നെ നമ്മുടെ ആ അമലുകൾക്ക് കൂടുതൽ ഭംഗിയുള്ളതായി മാറും, കൂടുതൽ നമ്മുടെ ഹൃദയത്തെ സ്പർശിക്കും എന്നുള്ളതാണ്. ഇപ്പൊ നമ്മൾ സാധാരണ ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരിക്കലും മാറ്റി നിർത്താൻ പാടില്ലാത്ത ഒരു സംഗതി ഐച്ഛിക കാര്യങ്ങളെ കുറിച്ചാണ് ഞാൻ പറയുന്നത്, ഫർദ് കാര്യങ്ങളെ കുറിച്ചിട്ടല്ല. അത് ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് നമ്മുടെ റവാത്തിബ് സുന്നത്തുകളാണല്ലോ. ഫർദ് നമസ്കാരങ്ങൾക്ക് മുമ്പും പിമ്പുമുള്ള നമസ്കാരങ്ങൾക്കാണ് റവാത്തിബ് സുന്നത്തുകൾ എന്ന് പറയുക. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചതിന്റെ മുഖ്യ ഘടകം എന്താണെന്ന് അറിയാം? ഫർദ് നമസ്കാരങ്ങൾക്ക് വരുന്ന പോരായ്മകളെ പരിഹരിക്കാനാണ് അത് അല്ലാഹു സംവിധാനിച്ചത്. കാരണം മനുഷ്യനാണ്, 100% ഒരു നിസ്കാരം അത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം കിട്ടുമോ നമുക്കറിയില്ലല്ലോ. ആ ഫർദ് നമസ്കാരത്തിന് വരുന്ന പോരായ്മകൾ, നിസ്കരിക്കാത്ത പോരായ്മകളെ കുറിച്ചല്ല, നമ്മൾ നമസ്കരിച്ച നമസ്കാരത്തിന് വരുന്ന പോരായ്മകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനൊന്ന് പരിഹരിക്കാൻ വേണ്ടി ഐച്ഛിക റവാത്തിബ് സുന്നത്തുകൾ അതിന് ഉപകാരപ്പെടുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും റവാത്തിബ് സുന്നത്തുകൾ ഒരിക്കലും നഷ്ടപ്പെടുത്തരുത്. കാരണം എന്താ, നമ്മൾ നിർവഹിച്ച ഫർദ് പരിഹരിക്കാനുള്ളതാണ്. പരിഹരിക്കേണ്ട സംഗതി ഇല്ലെങ്കിലോ പിന്നെ എങ്ങനെ പരിഹരിക്കപ്പെടും? അപ്പൊ അതുകൂടി വേണ്ടതുണ്ട്. ആ നമസ്കാരങ്ങളെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറയുന്നതോ, മൻ സ്വല്ല ഫീ യൗമിൻ വ ലൈലത്തിൻ 12 റകഅത തതവ്വുഅൻ, ആരെങ്കിലും ഒരു ദിവസം 12 റകഅത്ത് നമസ്കാരം, ഐച്ഛികമായ നമസ്കാരം രാത്രിയും പകലുമായി നിർവഹിച്ചിട്ടുണ്ടെങ്കിൽ ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന, അല്ലാഹു അതിന്റെ പേരിൽ അവന് സ്വർഗത്തിൽ ഒരു ഭവനത്തെ നിർമ്മിച്ചു കൊടുക്കുക. ഐച്ഛിക റവാത്തിബിനെ കുറിച്ച് പറഞ്ഞതാണ്. 12, അതിന് 10 വേറെ ഹദീസ് ഉണ്ട്. ലോഹറിന് മുമ്പ് 4 റക്അത്ത് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, നബി റവാത്തിബായ ലോഹറിന് മുമ്പ് 4 റക്അത്ത് നിസ്കരിച്ചിരുന്നു. അതുതന്നെയാണ് 12 ആണ് പ്രബലം. അപ്പൊ 12 റക്അത്ത് രാത്രിയും പകലുമായി റവാത്തിബ് ഒരാൾ നിസ്കരിച്ചാൽ അയാൾക്ക് സ്വർഗത്തിൽ അല്ലാഹു ഒരു ഭവനം, എന്താ പറയുക, സ്വർഗത്തിൽ തന്നെയാണ് കിടക്കേണ്ടത്, അവിടെ ഒരു ഭവനം കൂടി കിട്ടുകയാണെങ്കിലോ. അപ്പൊ നമ്മൾ ഓരോ റവാത്തിബ് നിസ്കരിക്കുമ്പോഴും നമുക്കൊരു ദിവസം പഠിച്ചോ, ഞാൻ ഇന്ന് 12 അത് കൃത്യമായി നിർവഹിച്ചിട്ടുണ്ടെന്ന് അത് കിടന്നുറങ്ങുന്ന ഒരു മനുഷ്യന്റെ ആത്മനിവൃത്തി നോക്കി ജീവിതത്തിലെ ഈ 10-60 വർഷം ജീവിക്കുമ്പോൾ ചെയ്ത് കിട്ടാൻ പോകുന്ന പ്രതിഫലം പറഞ്ഞത്. അപ്പൊ നമ്മൾ ആ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് പ്രതീക്ഷിച്ചുകൊണ്ടായിരിക്കണം. അതിൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്തു പറഞ്ഞത് സുബഹി നമസ്കാരത്തിന്റെ സുബഹിന്റെ 2 റക്അത്തിനെ കുറിച്ച് തന്നെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ യാത്രയിൽ പോലും ഒഴിവാക്കാത്ത ഒരു സുന്നത്ത് നമസ്കാരം സുബഹിക്ക് മുമ്പുള്ള 2 റക്അത്ത് നമസ്കാരം. അതുകൊണ്ടാണ് ആ നിസ്കാരത്തിന് പണ്ഡിതന്മാർ ഒരു ഇളവ് കൊടുത്തിട്ടുണ്ട്, ശീലാക്കാനല്ല. ഒരാൾ സ്ഥിരമായി സുബഹിക്ക് മുമ്പ് ആ റവാത്തിബ് നിസ്കരിക്കും. ഒരു ദിവസം അയാൾക്ക് നിസ്കരിക്കാൻ പറ്റില്ല, അയാൾ വന്നപ്പോൾ ജമാഅത്ത് തുടങ്ങിയാൽ അയാൾക്ക് ഫർദ് നമസ്കാരം കഴിഞ്ഞാൽ അത് നിർവഹിക്കാം. അത് ശീലാക്കാനല്ല, അങ്ങനെ സംവിധാനം ഇല്ല. പക്ഷെ അതിന്റെ മഹത്വം മനസ്സിലാക്കി പണ്ഡിതന്മാർ പറയണം, അങ്ങനെ ഒരാൾ നിർവഹിച്ചാൽ അയാൾക്ക് അത് പരിഹരിക്കപ്പെടുന്ന. ആർക്ക്? സ്ഥിരം ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം. അതിന് സുന്നത്ത് പോയല്ലോ എന്ന് വിചാരിച്ചിട്ട് ചെയ്യാതിരിക്കുന്നതല്ല. സുബഹിക്ക് അങ്ങനെ ഒരു ഇളവ് പണ്ഡിതന്മാർ അതിന് ശ്രേഷ്ഠത മനസ്സിലാക്കിയിട്ട് പറഞ്ഞിട്ടുണ്ട്. കാരണം എന്താ, അത്രയും പ്രാധാന്യമുണ്ട്. അതിനെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താണെന്ന് വെച്ചിട്ട്, റകഅത്തുൽ ഫജ്രി ഖൈറും മിനദ് ദുനിയ വമാ ഫീഹാ, സുബഹിയിലെ 2 റക്അത്ത് നിസ്കാരം ദുനിയാവിലെ എല്ലാ സൗകര്യം ലഭിക്കുന്നതിനേക്കാൾ മഹത്വരമാണ്. ദുനിയാവിൽ ഒരാൾക്ക് എത്ര സൗകര്യം കിട്ടുമോ അതിനേക്കാൾ അയാൾക്ക് മഹത്വം 2 റക്അത്ത് ദിവസം നിസ്കരിച്ചാൽ വേറെ ഒന്നും കിട്ടില്ല എന്ന് വിചാരിച്ചോ, അയാൾ വലിയ ഭാഗ്യവാനാണെന്നാണ്.
അപ്പൊ അങ്ങനെ മഹത്വം മനസ്സിലാക്കിയ നമ്മൾ ആ നിസ്കാരം നിസ്സാരമായി കണ്ട് അത് നിർവഹിക്കാതിരിക്കാൻ കഴിയുമോ? സുബഹിയിലെ ഫർദിനെ കുറിച്ച് നബി എന്താ പറഞ്ഞത്? അതിന് ജമാഅത്തായി മൻ സ്വല്ല സുബ്ഹ ഫി ജമാഅത്തിൻ ഫകഅന്നമാ സ്വല്ലൽ ലൈലു കുല്ലുഹു. ആരെങ്കിലും സുബഹി നമസ്കാരം ജമാഅത്തായി നിർവഹിച്ചാൽ അവർ രാത്രി മുഴുവൻ നിന്ന് നിസ്കരിച്ചതിലെ പ്രതിഫലം കിട്ടുന്നുണ്ട്. ഇത് ഏത് എക്സ്ട്രാ പ്രതിഫലമായി പറയുന്നത്? സുബഹിക്ക് വേറെ പ്രതിഫലമുണ്ട്, ജമാഅത്തായി നിസ്കരിച്ചാൽ 27 ഇരട്ടി വേറെ ഉണ്ട്. അതിന് പുറമെയാണ് അയാൾ ജമാഅത്തിൽ പങ്കെടുത്തു എന്നതിന്റെ പേരില് രാത്രി മുഴുവൻ നിസ്കരിച്ചാൽ എത്ര പ്രതിഫലം കിട്ടുമോ അത് കിട്ടും. അത് 27 പുറമെയാണെന്നാ. എല്ലാ ഫർദ് നമസ്കാരങ്ങളും ജമാഅത്തായി നിർവഹിക്കാനാണ് നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്നത്. അല്ലാതെ നിർവഹിച്ചാൽ സ്വീകരിക്കപ്പെടും, നിർവഹിച്ചു എന്ന് പറയും. പക്ഷെ 27 ഇരട്ടി കിട്ടുകയില്ല, ജമാഅത്ത് നഷ്ടപ്പെടുത്തിയതിന് വിചാരണയ്ക്ക് വിധേയനാകുകയും ചെയ്യും. അപ്പൊ സുബഹി ഒരാള് ജമാഅത്തായി നിസ്കരിച്ചാൽ രാത്രി മുഴുവൻ നിസ്കരിച്ച എത്ര പ്രതിഫലം കിട്ടോ അത്രയും പ്രതിഫലം അയാൾ കിട്ടുകയാണ്. നിങ്ങൾ ആലോചിക്കുക, പ്ലസ് 27 ഇരട്ടി, പിന്നെ ഫർദിന്റെ കൂലി, വന്നതിന്റെ കൂലി, റവാത്തിബിന്റെ കൂലി. മൻ സ്വല്ലൽ ഇശാ ഫി ജമാഅത്തി ഫകന്നമാ ഖാമൽ ലൈൽ നിസ്ഫ്. ഒരാൾ ഇശാ നമസ്കാരം ജമാഅത്തായി നിസ്കരിച്ചാൽ രാത്രി പകുതി നിന്ന് നിസ്കരിച്ച എത്ര പ്രതിഫലം കിട്ടുമോ അത്രയും പ്രതിഫലം കിട്ടുന്നുണ്ട്. ഇശാ നമസ്കാരം ജമാഅത്തായി നിസ്കരിച്ചാൽ രാത്രി പകുതി ഒരാൾ നിന്ന് നിസ്കരിച്ച എത്ര കിട്ടും അത്രയും പ്രതിഫലമാണ്. നോക്ക്, ഇന്നൊക്കെ നമുക്ക് സംവിധാനം ഏറെ, നമുക്ക് എല്ലാവർക്കും എപ്പോഴാണ് ബാങ്കെന്നും ഇക്കാമത്തും ജമാഅത്തും ഏറെക്കുറെ എവിടെയാണെന്ന് അറിയാനുള്ള സംവിധാനം എപ്പോഴും നമുക്കുണ്ട്. നമുക്ക് വാഹന സൗകര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ഒന്ന് മനസ്സ് വെച്ചാൽ അത്രേ ആവശ്യമുള്ളൂ. ഇത് വലിയ അധ്വാനമൊന്നുമില്ല. ഒന്ന് മനസ്സ് വെച്ച് ഒന്ന് തീരുമാനമെടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ അക്കൗണ്ടിൽ വരുന്ന പ്രതിഫലത്തിന്റെ കണക്കെത്രയാണ്? അതിനെക്കുറിച്ച് അള്ളാഹു പറഞ്ഞത് ഞാൻ കണക്ക് നോക്കാതെ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് റവാത്തിബ് സുന്നത്തും അതുമായി ബന്ധപ്പെട്ട നിസ്കാരങ്ങളൊക്കെ നമ്മൾ വളരെ പ്രാധാന്യത്തോടും അതിന്റെ പ്രതിഫലം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നിർവഹിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രോത്സാഹിപ്പിച്ച മറ്റു നിസ്കാരം ളുഹ നിസ്കാരമാണ്. അതിന് പല പേരുകളിൽ അറിയപ്പെടുന്നുണ്ട്. ഇഷ്റാഖ് എന്ന് അറിയപ്പെടുന്നുണ്ട്, ളുഹ എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട്. രണ്ട് നിസ്കാരങ്ങളല്ല, ഒരു നിസ്കാരമാണ്. 2 സമയങ്ങൾ നിർവഹിക്കുമ്പോൾ 2 പേരിൽ അറിയപ്പെടുന്നുള്ളൂ. അതിനെക്കുറിച്ച് വന്ന ഒന്നാമത്തെ ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ സ്വല്ലൽ ഫജ്റ ഫി ജമാഅ സുമ്മ ഖഅദ യദ്കുറുല്ലാഹ ഹത്താ തത്ലിഅ ശംസു. ഒരാള് സുബഹി നമസ്കാരം ജമാഅത്തായി പള്ളിയിൽ നിർവഹിച്ചു. എന്നിട്ട് അയാൾ എവിടെയാണ് നിന്ന് നിസ്കരിച്ചത് അവിടെ തന്നെ ഇരുന്നു. സൂര്യൻ ഉദിച്ച് ആ ഉദയം പൂർത്തിയാകുന്നത് വരേക്കും അയാൾ അവിടെ തന്നെ യദ്കുറുല്ലാഹ ദിക്റും സ്വലാത്തും ചൊല്ലിയിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഇരിപ്പിടത്തിൽ അനങ്ങൂലെന്നാണ്. അവിടെ ഇരുന്നിട്ട് അയാൾ സൂര്യൻ ഉദിച്ച് അത് ഉദയം പൂർത്തിയാകണം. സൂര്യൻ ഉദിക്കുമ്പോ നിസ്കരിക്കാൻ പാടില്ല, അത് ഹറാമാണല്ലോ. ഉദയം പൂർത്തിയാകുന്നവരെ അയാൾ അവിടെ ഇരുന്നിട്ട് സ്വല്ല റക്അത്തൈനി, പിന്നെ അയാൾ 2 റക്അത്ത് നിസ്കരിച്ചിട്ടാണ് വീട്ടിലോട്ട് പോകുന്നത്. കാനത്ത് ലഹുക അജ്രി ഹജ്ജത്തിൻ വ ഉംറത്തിൻ താമത്തിൻ താമ. ഒരു ഹജ്ജും ഒരു ഉംറയും ചെയ്താൽ എത്ര കൂലി കിട്ടുമോ ആ പ്രതിഫലം പൂർത്തിയായി കിട്ടുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹജ്ജ് ഉംറ ചെയ്തതുപോലെ ആയെന്നല്ല, ഹജ്ജ് ഉംറയും ചെയ്താൽ എത്രയാണോ പ്രതിഫലം കണക്കാക്കിയിരിക്കുന്നത് പ്രതിഫലം ആ കണക്കിൽ കിട്ടുന്ന. നിങ്ങൾ ആലോചിച്ചു, ഇത് ചെയ്യാൻ എന്താ നമുക്ക് പ്രയാസം? ഒന്ന് മനസ്സുണ്ടായാൽ മതി. ഇപ്പൊ നമുക്ക് ഉദയം എത്രയാണെന്ന് അറിയാം. സുബഹി ജമാഅത്ത് നമുക്കറിയാം, എല്ലാ സ്ഥലത്തും 25-30-35 മിനിറ്റൊക്കെ ദൈർഘ്യം ഉണ്ടാവും. അത് കഴിഞ്ഞ് ജമാഅത്ത് കഴിഞ്ഞ് പള്ളിയിൽ ചിലപ്പോൾ ഹദീസ് ക്ലാസ് ഉണ്ടാവും. അതും കേട്ട് അവിടെ തന്നെ ഒന്ന് ഇരുന്ന് ദിക്റും എത്രയോ ദിക്റുകൾ നടക്കും ചൊല്ലി പറഞ്ഞ അവസാനം ആ ഉദയൊക്കെ ഒന്ന് പൂർത്തിയായി 2 റക്അത്ത് നിസ്കരിച്ച് പുറത്തേക്ക് ഇറങ്ങുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഈ ലോകത്തെ ഏറ്റവും വലിയ കോടീശ്വരൻ അയാളാണ്. അയാളെ ഒരു മനുഷ്യന് അത് സമയം നേടാൻ പറ്റുന്ന മുഴുവൻ നേടിക്കഴിഞ്ഞാൽ പ്രതിഫലം അത്രയാണ് റെക്കോർഡിലേക്ക് വരികയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു എന്താ പറയുന്നോ, ഔസാനി ഖലീലി ബിസ്സലാസ്. എന്റെ ഹബീബ് എന്നോട് 3 കാര്യങ്ങൾ പ്രത്യേകമായി എന്നോട് പറഞ്ഞു. എന്താ പറഞ്ഞ? അബൂ ഹുറൈറ, 3 കാര്യം ഞാൻ നിന്നോട് പറയാം. അത് നിന്നോട് പ്രത്യേകമായി എനിക്കൊരു വ്യക്തിപരമായി സ്നേഹമുള്ളതുകൊണ്ട് പറയാം. നിന്നോടെ ഞാൻ പറയുന്നത്, അത് നീ ഒരിക്കലും ഒഴിവാക്കരുതെന്ന. എന്താ അബൂ ഹുറൈറ,
ഞാനത് മരണം വരെ ഒഴിവാക്കുകയില്ല എന്ന തീരുമാനമെടുത്ത് നിർവഹിച്ചു നാം. ഏതൊക്കെ 3 കാര്യങ്ങൾ എന്നറിയോ? ഒന്ന്, സൗമ സലാസത്തി അയ്യാമിൻ കുല്ലി ഷഹരി, അറബി മാസത്തിൽ ഹിജ്റ മാസത്തിലെ 13, 14, 15 ദിവസങ്ങളിൽ എല്ലാ 3 നോമ്പുകളും നീ ഒഴിവാക്കരുട്ടോ എന്ന് എൻ്റെ ഹബീബ് എന്നോട് പറഞ്ഞതാണ്. രണ്ടാമത് സ്വലാത്തു ദുഹ, ദുഹ നിസ്കാരം നഷ്ടപ്പെടുത്തരുത്. വനൂത്തര കബരാൻ അർത്ഥം, നീ ഉറങ്ങുന്നതിന് മുമ്പ് വിത്രാക്കിയിട്ടേ ഉറങ്ങാവൂ. ഇത് 3ഉം എൻ്റെ ഹബീബ് എന്നോട് പറഞ്ഞതാണ്. ഇത് നമ്മൾ എടുത്താൽ മതി. നമ്മുടെ ഹബീബ് റസൂലുള്ള നമ്മോട് പറയുന്നതായി ഒന്ന് സങ്കല്പിക്കും. അങ്ങനെ സങ്കല്പിച്ചു നോക്ക്. നബി നമ്മോട് പറയാ, ഇത് ചെയ്യുന്ന ഒരാൾക്ക് അങ്ങനെ ഒരു സമീപനം ഉണ്ടാവുന്ന ഇത് മുഹദ്ദിസുകൾ വിശദീകരിക്കുന്നത്. നബി വ്യക്തിപരമായി സ്നേഹമുള്ള ഒരാളോട് പറഞ്ഞതെങ്കിലും ഇത് ചെയ്യാൻ പറ്റുന്ന ഒരാളെ സംബന്ധിച്ച് അയാൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് നേർക്ക് നേരെയുള്ള സ്നേഹബന്ധത്തിന്റെ ഫലം ആസ്വദിക്കാനും അനുഭവിക്കാനും കഴിയുന്ന. ഇതിലേതാ കഴിയാത്തത്? ഈ നോമ്പ് ചിലപ്പോൾ ഓർത്തിരിക്കണായിരിക്കും. ബാക്കി ഉള്ള ദുഹ നിസ്കാരം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുഹയെ കുറിച്ച് പഠിപ്പിച്ചത് എന്താണെന്നറിയാമോ? സൂര്യൻ ഉദിച്ച് ഉദയം പൂർത്തിയായി ചൂടിങ്ങനെ തുടങ്ങുന്ന സമയത്ത് നിസ്കരിച്ചാൽ അതിനാണ് ഇഷ്റാഖ് എന്ന് പേര് പറയാം. ഇഷ്റാഖ്. അപ്പോഴാണ് ഒരാൾ നിസ്കരിച്ചതെങ്കിൽ അത് സ്വലാത്തുൽ ഇഷ്റാഖ് എന്ന് പേര് പറയും. ഒരാൾ കുറച്ച് കഴിഞ്ഞ് സൂര്യന്റെ ചൂടൊക്കെ തുടങ്ങി ളുഹർ നമസ്കാരത്തിന്റെ സമയമാകുന്നതിന് തൊട്ട് മുമ്പ് വരെയും ദുഹ നിസ്കരിക്കാം. അപ്പൊ അത് ചൂടൊക്കെ ആയിട്ടുണ്ടാവും. അതിന് മുമ്പ് എന്ന് പറഞ്ഞാൽ അതിന്റെ അവസാന സമയത്ത് അവിടെയാണ് ദുഹ എന്ന് പറഞ്ഞത്. ആ സമയത്ത് അയാൾ 2 നിസ്കരിച്ചെങ്കിലോ ആ നിസ്കാരത്തിന് ദുഹ നിസ്കാരം എന്ന് പറയും, ഇഷ്റാഖ് എന്ന് പറയില്ല. 2 ഒരു നിസ്കാരമാണ്. 2 സമയങ്ങളിൽ നിർവഹിക്കുമ്പോൾ 2 പേര് പറയുന്നു എന്നതാണ് അതിന് പണ്ഡിതന്മാരെടുത്ത നിഗമനവും ശരിയും അതാണ്. അപ്പൊ നമ്മൾ ഓഫീസിൽ പോകുന്നവരൊക്കെയാണ്. നമ്മൾ ആദ്യം പറഞ്ഞ സുബഹി ചെയ്യാൻ ഒരാൾക്ക് സാധിച്ചില്ല. എല്ലാം കഴിഞ്ഞ് ഓഫീസിൽ പോകുന്നതിന് മുമ്പ് 2 റക്അത്ത് നിസ്കരിച്ച് ഓഫീസിലേക്ക് പോയി നോക്കും. അല്ലെങ്കിൽ ഓഫീസിൽ പോയിരുന്ന് നമ്മുടെ ടീ ടൈമിൻ്റെ ബ്രേക്കുള്ള സമയത്ത് 2 റക്അത്ത് നിസ്കരിക്കാം. അതിനെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞറിയോ? കുല്ലു സുലാമ മിൻ അഹദിക്കും, നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ദിവസം ധാരാളം സ്വതക്കകൾ സമ്പാദിക്കാൻ പറ്റുക. കുല്ലു തസ്ബീഹത്തിൻ സ്വതക്ക, നിങ്ങൾ ചൊല്ലുന്ന എല്ലാ തസ്ബീഹും സ്വതക്കയായിട്ട് രേഖപ്പെടുത്തും. തസ്ബീഹിന് അല്ലാഹു സ്വതക്ക കൊടുത്ത കൂലിയായിട്ട് രേഖപ്പെടുത്തും. വകുല്ലു തഹ്മീദത്തിൻ സ്വതക്ക, നിങ്ങൾ പറയുന്ന അൽഹംദുലില്ലാ അത് അല്ലാഹു സ്വതക്കയായിട്ട് രേഖപ്പെടുത്തും. വകുല്ലു തഹ്ലീലത്തിൻ സ്വതക്ക, നിങ്ങൾ ചൊല്ലുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വചനം അത് സ്വതക്കയായിട്ട് രേഖപ്പെടുത്തും. വകുല്ലു തക്ബീറത്തിൻ സ്വതക്ക, നിങ്ങൾ പറയുന്ന അല്ലാഹു അക്ബർ അത് സ്വതക്കയായിട്ട് രേഖപ്പെടുത്തും. വഅംറു ബിൽ മഅറൂഫി വനഹ്യി അനിൽ മുൻകരി സ്വതക്ക, നിങ്ങൾ ഒരാളോട് നന്മ ചെയ്യാൻ പ്രേരിപ്പിച്ചാൽ അത് സ്വതക്കയാണ്. ഒരാളോട് തെറ്റ് ചെയ്യല്ലേ എന്ന് പറഞ്ഞാൽ അത് സ്വതക്കയാണ്. എന്നിട്ട് നബി ഇങ്ങനെ കുറെ എണ്ണി പറഞ്ഞിട്ട് നബി പറയാണ് ഇതിനൊക്കെ പകരമായി നിനക്ക് മതിയാകും ഇതിനൊക്കെ തത്തുല്യമായ കൂലി എവിടെ കിട്ടുന്നറിയാവോ? ഇതിന് പകരമായി 2 റക്അത്ത് ദുഹ നിസ്കരിച്ചാൽ ഇത് ചെയ്തതിന് മുഴുവൻ പ്രതിഫലം ആ ദുഹ കൊണ്ട് നിനക്ക് കിട്ടും. ഇതിന് പകരമായി ദുഹ നിസ്കാരം മദീന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഇത് ഏതാണ് നമുക്ക് കഴിയാൻ നമുക്ക് പ്രയാസമുള്ളത്, അറിയില്ലാത്തത്? പക്ഷെ അങ്ങനെ ഒരു മഹത്വവും പ്രതിഫലവും ഉണ്ട് എന്ന് വിചാരിച്ചും പ്രതീക്ഷിച്ചും ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് അതിന് അർഹമായ പ്രതിഫലം എത്രയാണോ അതിന് ഇരട്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുന്ന. ജീവിതത്തിൽ നമുക്ക് ഒരു സമയവും നഷ്ടമല്ല. നമ്മൾ ഉപയോഗപ്പെടുന്ന സമയത്ത് അത്രയും ബർക്കത്ത് ബാക്കി സമയത്തിന് കിട്ടും, ഒരു സംശയമില്ല. അതുകൊണ്ട് ഈ പറഞ്ഞ നന്മകളൊക്കെ ഞാൻ എൻ്റെ കഴിഞ്ഞ ഖുത്ബകളൊക്കെ സൂചിപ്പിച്ചല്ലോ. അമില ഖലീലൻ ഉജ്റ കസീറൻ, ചെറുത് ചെയ്തിട്ട് വലിയ പ്രതിഫലം വാങ്ങാം. അതാണ് മിടുക്കെന്ന് പറഞ്ഞ സാമർഥ്യം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. ചെറുത് ചെയ്ത് ചെയ്യാം, വലുതിന് അതിൻ്റെ മഹത്വമുണ്ട്, അത് ചെയ്യണം. പക്ഷെ ഇങ്ങനെയുള്ള നമ്മുടെ ജീവിതത്തിലെ ഭാഗമായി കൊണ്ട് നടക്കേണ്ട കാര്യങ്ങൾ ചെയ്തിട്ട് വലിയ പ്രതിഫലം വാങ്ങി പരലോകത്ത് രക്ഷപ്പെടുന്ന മഹാഭാഗ്യവാന്മാരുണ്ട്. അതിലൊക്കെ നമ്മൾ ഉൾപ്പെടാനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഇഷ്ടപ്പെട്ട രൂപത്തിൽ ഈ നന്മകളൊക്കെ ചെയ്ത് പുണ്യങ്ങളെ കരസ്ഥമാക്കിയും അള്ളാഹുവിൻ്റെ മുമ്പിൽ ഹാജരാകുന്ന സൗഭാഗ്യവന്മാരിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.
അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി അള്ളാഹുവിൻ്റെ കൽപ്പനകൾ പാലിച്ച് ജീവിക്കണമെന്ന് ഉണർത്തുകയാണ്. ഇമാം ഇബ്നു മാജ ഉദ്ധരിച്ച ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 4 പേരെ ഒരു ഉപമയായിട്ട് പറയുന്നുണ്ട്. ഒന്നാമത്തെ ആള്, അയാൾക്ക് അള്ളാഹു സമ്പത്തും കൊടുത്തു, ഇൽമും കൊടുത്തു, അറിവും കൊടുത്തു. അയാൾ സമ്പന്നനാണ്, മതപരമായി നല്ല അറിവുണ്ട്. അയാൾ എന്ത് ചെയ്തു? അയാൾക്ക് നല്ല ബോധ്യമുണ്ട് തൻ്റെ സമ്പത്ത് ഏതൊക്കെ മേഖലകളിൽ ചെലവഴിക്കണമെന്ന് നല്ല ബോധ്യം ഉള്ളതുകൊണ്ട് അയാൾക്ക് ആ അള്ളാഹുവിൻ്റെ പൊരുത്തം കിട്ടുന്ന എല്ലാ മേഖലകളിലും അയാളെ സമ്പത്ത് ചെലവഴിച്ചു. അയാൾക്ക് കിട്ടിയ അറിവ് കൊണ്ട് അയാൾ ഒരുപാട് നന്മകളും ചെയ്തു. ഒന്ന് അയാളാണ്. മറ്റൊരാള്, അയാൾക്ക് സമ്പത്ത് അല്ല കൊടുത്തില്ല, പക്ഷെ അയാൾക്ക് അറിവിനെ കൊടുത്തു. ആ ഇൽമ കൊണ്ട് അയാള് ചെയ്യാൻ പറ്റുന്ന മുഴുവൻ നന്മകളും ചെയ്യാൻ. പക്ഷെ അയാളുടെ മനസ്സിൽ പറയാണ്, പഠിച്ചവനെ, അയാൾക്ക് കൊടുത്തുള്ള സമ്പത്തും കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ നിന്റെ മാർഗത്തിൽ, നീ ഇഷ്ടപ്പെട്ട മാർഗത്തിൽ ഞാൻ ചെലവഴിച്ച് അതിൻ്റെ കൂലി കൂടി ഞാൻ വാങ്ങിയേനെന്ന്. ഈ മനുഷ്യന് സത്യസന്ധമായിട്ടാണ് പറയുന്നത്, ആത്മാർത്ഥമായിട്ട്. അത് പുറമെ ആളുകൾ കാണാനൊന്നല്ല. അയാൾക്ക് ആഗ്രഹം മാത്രമേ ഉള്ളൂ. ആ ആഗ്രഹം സത്യസന്ധമാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ 2 പേരും ഇയാളെ കുറിച്ചിട്ട് എന്താ പറയുന്നത്? വഹുമാ ഫിൽ അജ്രി സവാഉൻ. ഈ 2 പേരും പ്രതിഫലത്തിന്റെ വിഷയത്തിൽ തുല്യരാണ്. ഒന്നാമത്തെ മനുഷ്യൻ ചെയ്തിട്ടാണ് കിട്ടിയത്, രണ്ടാമത്തെ മനുഷ്യന് ചെയ്യാതെയാണ് കിട്ടിയത്. എന്താ കിട്ടിയ കാരണം? അയാളുടെ മനസ്ഥിതിയായിരുന്നു വിഷയം. നോക്കപ്പം അങ്ങനെ ഒരു വിചാരം ഉണ്ടെങ്കിൽ തന്നെ അള്ളാഹു പറയാണ്, കൊടുത്ത ആൾക്ക് എത്ര പ്രതിഫലം കൊണ്ടോ തത്തുല്യമായ പ്രതിഫലം ഈ കൊടുക്കാനുള്ള ആഗ്രഹം കൊണ്ട് നടന്ന മനുഷ്യന് സത്യസന്ധമാണെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുക. മൂന്നാമത്തെ ആൾ, അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന് പണം കൊടുത്തു, അറിവിനെ കൊടുത്തില്ല. അയാൾ അത് ദൂർത്തടിച്ച് അള്ളാഹു ഇഷ്ടപ്പെടാത്ത മാനം ചെലവഴി താന്തോന്നിയായി ജീവിച്ചു വരും. കാരണം അറിവുണ്ടെങ്കിലല്ലോ ഇത് എങ്ങനെ ചെലവഴിക്കണമെന്ന് അറിയുള്ളൂ. അങ്ങനെ ജീവിച്ചു. അയാളെ കണ്ട വേറൊരാള്, അയാൾക്ക് പണവുമില്ല, അറിവുമില്ല. അപ്പൊ ഈ കണ്ട 4-മത്തെ ആള് പറയാണ്, എനിക്ക് അയാളെ പോലെ പണം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇതുപോലെ അടിച്ചു പൊളിച്ച് ജീവിച്ചേനെ എന്ന് പറഞ്ഞു. കാരണം അയാൾക്ക് രണ്ടുമില്ല, പണവുമില്ല, അറിവുമില്ല. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, ഹുമാ ഫിൽ വസ്രി സവാഉ. ആ 2 പേരും പാപത്തിന്റെ ശിക്ഷയുടെ വിഷയത്തിൽ തുല്യരാണെന്നാണ്. ഒന്നാമത്തെ ആള് പണം ദൂർത്തടിച്ച് നശിപ്പിച്ചതിന്റെ പേരിലെ ശിക്ഷ വാങ്ങിയത്. 4-മത്തെ ആളോ, അയാള് അങ്ങനെ ചെയ്യാൻ വിചാരിച്ചുള്ളൂ. അപ്പൊ സമീപനം മനസ്ഥിതിയും കാരണമാണ് അയാളും ആ ശിക്ഷയിൽ, ആ പാപത്തിൽ പങ്കാളിയായിരുന്നർത്ഥം. ഇതെന്തിനാ പറഞ്ഞതറിയോ? നമുക്ക് മനസ്സുണ്ടെങ്കിൽ തന്നെ നമ്മൾ പ്രതിഫലത്തിന് അർഹരാണെന്ന് പറഞ്ഞതർത്ഥം. എല്ലാ സംവിധാനവും നമ്മുടെ കയ്യിൽ വേണമെന്നില്ല, പക്ഷെ നമ്മുടെ മനസ്സ് സത്യസന്ധമായിരിക്കണം. അത് അല്ലാഹ്ക്കറിയാം. സത്യസന്ധവും ആത്മാർത്ഥവുമാണെങ്കിൽ, അങ്ങനെ ഒരു നല്ല മനസ്സ് ഉണ്ടെങ്കിൽ പോലും നമുക്ക് ആ നന്മയുടെ പ്രതിഫലത്തിന്റെ വിഷയത്തിൽ നമ്മൾ അർഹരാണെന്നും 1% പോലും അനീതി കാണിക്കാത്ത പ്രതിഫലം നമുക്ക് കിട്ടുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് അങ്ങനെ ഒരു മാനസികാവസ്ഥ വലിയ വിഷയമാണ്. ചെയ്യാനുള്ള മനസ്സുണ്ടായാൽ മതി. അപ്പൊ എൻ്റെ ഈ സംസാരം കേട്ട ആളുകളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കിത് ചെയ്യാൻ, ഈ പറഞ്ഞ വിഷയത്തോട് നീതി പാലിക്കുന്നത് കൊണ്ടാണ് ധാർമ്മികമായി നിങ്ങളോട് ഇത് പങ്കുവെച്ചേക്കാം. ചെയ്യാനുള്ളൊരു മനസ്സുണ്ട്, തീരുമാനിച്ച ഒരാളെ ഇപ്പൊ തന്നെ ഉറപ്പിക്കുക മനസ്സിന്. അങ്ങനെ ഉറപ്പിച്ചാൽ തന്നെ അതിന് തൗഫീക്ക് ഉണ്ടാവും. അല്ല, ഇത് വലിയ പ്രയാസമാണെന്ന് വിചാരിച്ചു പോണ ആൾക്ക് പിന്നെ ഒരിക്കലും അയാൾക്ക് തൗഫീക്ക് കിട്ടൂല. അതുകൊണ്ട് തൗഫീക്ക് കിട്ടണമെങ്കിൽ മനസ്സ് പാകപ്പെടണം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെട്ട രൂപത്തിൽ ജീവിച്ച് മരിച്ച് അള്ളാഹുവിനെ കൺനിറയെ കാണുന്ന സൗഭാഗ്യവന്മാരിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് രോഗികൾ നമ്മോട് ദുആയോട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്കൊക്കെ പൂർണ്ണ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മരണപ്പെട്ടു പോയ ആളുകൾക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇസ്ലാമിൽ മുസ്ലിം സമൂഹം അള്ളാഹു ഇസ്സത്ത് പ്രദാനം ചെയ്യുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات
اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين اللهم أحينا للكتاب والسنة ومتنا مع الإيمان والتوبة ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم